കവടിയാറിലെ വളരെ സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഈ സ്ത്രീ. ആ അവിടുത്തെ ജോലിയുടെ കൂലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്തതിന്റെ കൂലി അവരെന്തോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അത് മാത്രം വിശ്വസിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ സ്ത്രീ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ആ സ്ത്രീയോട് പിന്നീട് കാണിക്കുന്നതൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് മാല എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ആ സ്ത്രീയെ തന്നെ കുറ്റവാളിയാക്കുകയാണ് പോലീസ്. അവരെ കണ്ടപ്പോൾ തന്നെ അവരെ കുറ്റവാളിയാക്കുന്നു. മാത്രമല്ല, ഒരു സാമാന്യ മര്യാദ, നിയമം ഒരു വശത്ത് നിൽക്കട്ടെ, ഒരു സാമാന്യ മര്യാദയുണ്ട്. ഒരു സ്ത്രീയെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അവരുടെ വീട്ടിൽ അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 6 മണിക്ക് വീട്ടിലെത്തുന്ന ഒരു സ്ത്രീ 8 മണിയായിട്ടും 9 മണിയായിട്ടും വീട്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ മക്കളും വീട്ടുകാരും ഒക്കെ എത്രത്തോളം പേടിക്കും. അവർ കേണു പറഞ്ഞു അവരുടെ വീട്ടിലൊന്ന് അറിയിക്കാൻ. അത് നിയമമാണ്. കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരാൾ ആരെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ, അത് ഭർത്താവിനെയോ വീട്ടുകാരെയോ മക്കളെയോ പരിചയക്കാരെയോ ആരെ അറിയിക്കണമെന്ന് പറഞ്ഞാലും ഈ കസ്റ്റഡി വിവരം അറിയിക്കണം എന്നുള്ള നിയമമുണ്ട്. പക്ഷെ അവിടെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, അവർ പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി പലവട്ടം മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 2 പെൺമക്കളാണ്, 15-17 വയസ്സുള്ള 2 പെൺമക്കളാണ് ആ സ്ത്രീക്കുള്ളത്. ആ മക്കളെ കൂടി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല എന്ന് എന്റെ മുമ്പിൽ ഇരുന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോ അങ്ങനെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുന്നു. അങ്ങനെ സമ്മതിപ്പിച്ച ആ സ്ത്രീയെയും കൊണ്ട് വളരെ നാട്ടും പുറത്തേക്ക് രാത്രി 9 മണി സമയത്ത് ഈ പോലീസുകാർ ഈ സ്ത്രീയെയും കൊണ്ട് പോവുകയാണ്. ഈ മോഷണം മുതൽ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ, ഞാൻ പേടിച്ചിട്ട് കുറ്റമേറ്റതാണ്, അല്ലാതെ എനിക്ക് ഇത് എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എന്നിട്ടും ആ നാട്ടുകാർ മുഴുവൻ ഈ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് അപമാന ഭാരത്താൽ തല കുനിഞ്ഞു പോയി, തല പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. എന്നിട്ടും അവരോടൊരു സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല. മാല തിരിച്ചു കിട്ടിയിട്ട് പോലും അവർ കള്ളിയല്ല, അവർ മാല കട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് പോലും അതിനൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സമാധാന വാക്ക് പോലും പറയാതെ നിന്നെ ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് വിടുന്നു എന്ന് പറഞ്ഞാണ് ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത്. തല താഴ്ത്തുക തന്നെ വേണം നമ്മുടെ നാട്. പിന്നെയാണ് CA എന്ന് പറഞ്ഞ ഒരു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്യും. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത് ഈ പ്രസന്നൻ എന്ന് പറയുന്ന ആ ഒരു CA എന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. ആഹാരവും വെള്ളവും എനിക്ക് അവിടെ നിന്ന് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാർ എന്നോട് പറഞ്ഞത്. ഞാൻ ബാത്റൂമിൽ പോയി, എങ്കിലും ഞാൻ വെള്ളം കുടിച്ചില്ല. ഞാനൊരു പിന്നെ കാണാൻ ഭംഗിയില്ല, കറുപ്പ്, എൻ്റെ നിറത്തിൻ്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും ഇവരെന്നോട് ഇത്രയും ക്രൂരത എന്നോട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ബിന്ദു വിഷമിക്കണ്ട, ധൈര്യമായിരിക്കണം, പോരാടണം. കാരണം ബിന്ദുവിനെ പോലെ അപമാനം നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? ഇതിന് പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്.